അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇപ്പോഴും നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിനെ ഹറാമായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. സങ്കടകരമെന്ന് പറയട്ടെ, മസ്ജിദുൻ നബവിയിലും മസ്ജിദുൽ അഖ്സയിലും മസ്ജിദുൽ ഹറമിലും ബാക്കിയുള്ള പള്ളികളിലുമൊക്കെ അവർക്ക് പോകാം, അവർക്ക് നിസ്കരിക്കാം. ഇതൊക്കെ കണ്ണുകൊണ്ട് കാണുന്നൊരു ലോകത്താണ് നമ്മുടെ മഹല്ലുകളിൽ ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ സ്ത്രീകൾ പോയാൽ അത് ഹറാം എന്ന് വിധി പറയുന്നത്. ഇത് തികച്ചും തെറ്റായ പ്രമാണവിരുദ്ധമായ കാര്യമാണ്. ഈ കാലത്തും ഇങ്ങനെ ചെയ്യുന്നത് തികച്ചും അനീതിയാണ്. കാരണം മറ്റു പള്ളികളിൽ, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിലുള്ള പള്ളികളിൽ അവർ പ്രവേശിക്കുന്നു. നമ്മുടെ നാട്ടിലെ വലിയ നേതാക്കന്മാർ പോലും അവിടെ ഖുത്ബ നടത്തുമ്പോൾ അവരുടെ ഖുത്ബ സ്ത്രീകളായ അറബികളായി സ്ത്രീകൾ കേട്ടു എന്ന് പറയുന്നതൊക്കെ, ആ പള്ളിയിൽ നിന്ന് ആ ജുമാക്ക് പങ്കെടുക്കാൻ വന്നു എന്ന് പറയുന്നതൊക്കെ നമ്മുടെ നാട്ടിൽ വലിയ വിവാദങ്ങളും തർക്കങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ സ്ത്രീകൾക്ക് പള്ളിയിൽ നമസ്കരിക്കാൻ പോകാം. അത് തടയാൻ ഒരൊറ്റ പുരുഷനും അവകാശമില്ല. ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അള്ളാഹുവിൻ്റെ ദാസിമാരെ പള്ളിയിൽ നിന്ന് തടയാൻ പാടില്ല. അതേപോലെ തന്നെ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദസ്തഅദനകും നിസാഉകും ബില്ലൈലി ഇലൽ മസ്ജിദ്, രാത്രി ഇശാക്കും മഗ്രിബിനും ഒക്കെ ഒരു സ്ത്രീ അല്ലെങ്കിൽ സുബൈക്കൊക്കെ ഒരു സ്ത്രീ പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചാൽ ഫഅദനു ലഹുന്ന, അവർക്ക് നിങ്ങൾ അനുവാദം കൊടുക്കണമെന്നാണ്. അപ്പൊ സ്വാഭാവികമായും ചോദിക്കും, ചില റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ, വബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, വീടാണ് അവർക്ക് ഉത്തമമെന്ന്. അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഒരു സ്ത്രീക്ക് വീടാണ് ഉത്തമം തോന്നിയാൽ അവർക്ക് അവിടെ നിസ്കരിക്കാം. പക്ഷെ അവർക്ക് പള്ളിയിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ തടയരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. സ്ത്രീകൾക്ക് പുരുഷനെ പോലെ പള്ളിയിൽ പോയി നിർബന്ധമായും പങ്കെടുക്കണമെന്ന് എവിടെയും നിർബന്ധമില്ല. പക്ഷെ ഒരു സ്ത്രീക്ക്, വീട്ടിൽ നിസ്കരിക്കുന്ന ഒരു സ്ത്രീക്ക് പള്ളിയിൽ പോകാൻ ആഗ്രഹം വന്നാൽ തടയാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ വിധി. അതേപോലെ തന്നെ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാം, വഖർന ഫീ ബുയൂതികുന്ന, അവർ ജാഹിലിയ കാലഘട്ടത്തിൽ പുറത്തിറങ്ങുന്ന സ്ത്രീകളെ പോലെ വിശ്വാസികൾ പുറത്തിറങ്ങരുത്, അവർ വീടുകളിൽ ഇരിക്കണമെന്ന് പറയുന്ന ചില ആയത്തുകളുണ്ട്. ആ ആയത്തുകളെ കുറിച്ച് പറയുന്നത്, അസ്സമനു ബുയൂതകുന്ന ഫലാ തഖ്റുജ്ന ലിഗൈരി ഹാജ, അനാവശ്യമായി പുറത്തു പോകരുത് എന്നതിനെ കുറിച്ചാണ് ഈ പരാമർശം. വമിനൽ ഹവായിജ് ശർഇയ്യത്തി സ്വലാത്തു ഫിൽ മസ്ജിദി ബിശർതിഹി, നിബന്ധനകൾ പാലിച്ച് പള്ളിയിൽ പോകുന്നത് ആവശ്യത്തിൽപ്പെട്ടതാണ്. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ ദാസിമാരെ പള്ളിയിൽ നിന്ന് തടയരുത് എന്ന് പറയുന്ന റിപ്പോർട്ട് ഇബ്നു കസീർ ഈ ആയത്തിനെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഹിജാബിന്റെ ആയത്തെന്ന് പറഞ്ഞിട്ട് വഖർന ഫീ ബുയൂതികുന്ന എന്ന ആയത്ത് കൊണ്ടുവരുമ്പോൾ ആ ആയത്തിൽ പോലും പള്ളിയിൽ നിന്ന് തടയാൻ പാടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന എന്ന് കൊണ്ടുവരുമ്പോൾ ആ ഹദീസിന്റെ തൊട്ട് താഴെ തന്നെയുണ്ട്, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ ദാസിമാരെ പള്ളിയിൽ നിന്ന് തടയാൻ പാടില്ല എന്ന് കാണാൻ കഴിയും. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖൈറു സുഫൂഫുൻ നിസാ, സ്ത്രീകളുടെ സൊഫിൽ ഏറ്റവും നല്ലത് പിന്നിലുള്ള സൊഫാണ്, പുരുഷന്മാരുടെ സൊഫിൽ ഏറ്റവും നല്ലത് മുമ്പിലുള്ള സൊഫാണ്. അപ്പോൾ പ്രവാചകന്റെ കാലത്ത് പുരുഷന്മാരുടെ പിന്നിലൊരു മറയുമില്ലാതെ പുരുഷന്മാരുടെയും കുട്ടികളുടെയും സൊഫുകളുടെ പിന്നിലായി സ്ത്രീകൾ നിസ്കരിച്ചു എന്നാണ് ഈ പറയുന്നത്. അപ്പൊ അന്നില്ലാത്തൊരു ഹറാം, അന്നില്ലാത്തൊരു വിലക്ക് ഇന്നും ആവശ്യമില്ല. അന്നും ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്നയുണ്ട്, അന്നും വഖർന ഫീ ബുയൂതികുന്നയുണ്ട്. ഇന്നും മാത്രമല്ല, ഇത് മനസ്സിലാക്കിയവരാണ് സ്വഹാബത്ത്. ഇത് ഓതിക്കൊടുത്ത ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞിട്ട് പോലും, മരണപ്പെട്ടിട്ട് പോലും പ്രവാചകന്റെ ഭാര്യമാർ പള്ളിയിൽ പോയി ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് അനാവശ്യമായ പ്രമാണവിരുദ്ധമായ കേവലം പാരമ്പര്യം പറഞ്ഞുള്ള അവകാശവാദ തർക്കങ്ങളല്ലാതെ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമായ സ്വഹീഹായ ഹദീസുകളും ആയത്തുകളും വളരെ വ്യക്തമായി തന്നെ ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പള്ളിയിൽ തടയുന്നവൻ അവനേക്കാൾ അക്രമി ആരാനുള്ളത്? റസൂലുള്ളാഹി പറഞ്ഞു, ലാ തംനഉ ഇമാ അല്ലാഹ്, അള്ളാഹുവിന്റെ ദാസിമാരെ നിങ്ങൾ തടയരുത്. അതുകൊണ്ട് പെണ്ണിന് പുരുഷനെ പോലെ സ്ത്രീകൾക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കൽ നിർബന്ധമല്ല. പക്ഷെ ഒരു സ്ത്രീ ആഗ്രഹിച്ചാൽ അവൾക്ക് ജമാഅത്തുകളിൽ പങ്കെടുക്കാം. അതിൽ തർക്കമില്ലാത്ത വിഷയമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.